അടുത്ത ഞങ്ങൾ ലണ്ടൻ മ്യൂസിയം കാണാൻ വേണ്ടി പോവാം കേട്ടോ. ബ്രിട്ടീഷ് മ്യൂസിയം കാണാൻ വേണ്ടി പോവാണേ. അപ്പോൾ ആ കാഴ്ചകൾ കാണിക്കാവേ. നമ്മളങ്ങനെ ലണ്ടൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ലണ്ടൻ മ്യൂസിയം. നമ്മളതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ ബാഗ് ചെക്ക് ചെയ്യണം. ഇവിടെ ബാഗ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ അകത്തോട്ട് കയറ്റി വിടുന്നത് കേട്ടോ. ഞങ്ങൾ ബാഗ് ചെക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ബാഗ് 8 കിലോ കൂടുതലാണെങ്കിൽ അവർ അനുവദിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഇതാണ് എൻ്റെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ 2 ഭാഗമാണ് കേട്ടോ. നമ്മളതിൻ്റെ ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും വലിയ ലഗേജ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ബാഗും കൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയായിരുന്നു. അപ്പോൾ ആ ബാഗ് ഞങ്ങൾ താഴെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് ഞങ്ങൾ വെച്ചു. അതിനുശേഷം ഞങ്ങൾ മുകളിൽ വന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ചില കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന ഉപകരണങ്ങളും അവരുടെ വേഷവിധാനങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കണ്ടോ, അവർ പണ്ട് ഉപയോഗിച്ച വേഷത്തിൽ തന്നെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അവർ ആ വേഷത്തിലാണ് അവിടെ ഇരിക്കുന്നതും അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന കുറേ പാത്രങ്ങൾ, കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ ചെരുപ്പുകൾ, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് ഈ കാഴ്ചകളാണ്. പഴയ അവരുടെ കോയിന്, പിന്നെ റിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് മ്യൂസിയത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ ചെറിയൊരു സ്റ്റാച്യൂസ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അവർ പണ്ട് മെഡിക്കലായിട്ടുള്ള ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ടുള്ളത്. ഇത് ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ഒക്കെ കോയിൻസ് ആണ് കേട്ടോ. അവരുടെ മെഡൽസ് ആണ്. ഈ പോട്ടുകൾ മൊത്തം BC കാലഘട്ടത്തിലുള്ളതാണ് കേട്ടോ. BC കാലഘട്ടത്തിലുള്ളതാണ് കേട്ടോ ഈ പോട്ടുകൾ മൊത്തം. അതുപോലെ നമ്മൾ ഉള്ളോട്ട് കയറുമ്പോൾ ഹിന്ദു ദൈവങ്ങളുടെ ഒരുപാട് ശില്പങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മഹാവിഷ്ണു, ഹനുമാൻ, ഇങ്ങനെ ഒരുപാട് ശില്പങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും. ഗണപതി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ബ്രോൺസിൽ തീർത്ത ഗണ ആൻഡ് വെർണയുടെ ഒരു സ്റ്റാച്യു ആണ് കേട്ടോ. ബുദ്ധദേവമായ ഗണ ആൻഡ് വെർണയുടെ ഒരു സ്റ്റാച്യു ആണ് ഇത്. 15-18 സെഞ്ച്വറിയിലുള്ളതാണ് കേട്ടോ. ഒരുപാട് ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. ഇതൊക്കെ അവർ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ പഴയ കാലത്തുള്ള കത്തികൾ, റോമൻ ആർട്ടുകൾ ഒക്കെയാണ് കേട്ടോ ഇവിടെ. നമ്മൾ ഈ കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ കാണപ്പെടുന്നത്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആംഗ്ലോ സെക്ഷൻ്റെ കാലത്ത് യൂസ് ചെയ്തിരുന്ന പോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതെല്ലാം അവർ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൺപാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ കാലത്ത് യൂസ് ചെയ്ത്. 5th സെഞ്ച്വറിയിലാണ് കേട്ടോ ഇതൊക്കെ. 5th AD കാലഘട്ടങ്ങളിലെ പോട്ടുകളാണ്. ആംഗ്ലോ സെക്ഷൻ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പോട്ടുകളും പാത്രങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രാസിൽ തീർത്ത ഒരു കുരിശും ചെറിയ ചെറിയ ബോക്സുകളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം 5th സെഞ്ച്വറി കാലഘട്ടങ്ങളിലാണ്. ഇത് പണ്ട് വേട്ടയാടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളാണ് കേട്ടോ. ഇപ്പൊ 5th സെഞ്ച്വറികളിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ. ഈ പോട്ടുകളൊക്കെ 5th സെഞ്ച്വറി കാലഘട്ടങ്ങളിലുള്ള പോട്ടുകളാണ് കേട്ടോ ഇതൊക്കെ.
ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു മൃഗത്തിൻ്റെ നഖമാണ് കേട്ടോ, ഒരു ആനിമൽസിൻ്റെ നഖമാണ് കേട്ടോ ഈ കല്ലിൽ കാണുന്നത്. ഇതിൽ കുറെ മിനറൽസ് ആൻഡ് മെഡിസിൻസ് ആണ് കേട്ടോ. ഇത് പിറ്റ് ഡയമണ്ട് ആണ് കേട്ടോ, ഫേമസ് ആയിട്ടുള്ള പിറ്റ് ഡയമണ്ട് ആണ്. ഇത് തിളങ്ങുന്നുണ്ടോ? ഹെർക്കുലസിന് ഒരു പ്രതിമ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. എല്ലാം വായിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് തന്നെ കൊടുത്തേക്കാം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പൊന്നൂസ് അവിടെ പോയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പുള്ളി എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ആയിരത്തി 200 പീസോളം മ്യൂസിയത്തിന് വേണ്ടി ഈ ആനികളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്വർണ്ണങ്ങള്, രത്നങ്ങളൊക്കെ ആയിട്ട്. ഇത് പാരീസിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ഗോൾഡിലും റൂബീസിലും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ത്രോണാണേ, ഹോളി ത്രോണാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി. കണ്ടാലും നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കണ്ടിട്ട് ഇറങ്ങാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും വർക്കുകളുണ്ട്. ഇത് ഫുള്ള് കോപ്പർ തീർത്തേക്കുന്നതാണ് കേട്ടോ. പെൻഡന്റ് വാച്ചാണ് കേട്ടോ ഇത്. ഗോൾഡ് ആൻഡ് റോക്ക് ക്രിസ്റ്റൽ എന്നുകൊണ്ട് നിർമ്മിച്ചാണ് കേട്ടോ. ഇവിടെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാച്ചാണ്. പണ്ടത്തെ മെഡലുകളുടെ ഒരു ഇത്. പണ്ടത്തെ മെഡലല്ലേ. ഇതുണ്ടോ 1600 തൊട്ട് 1600 മുതൽ 1620 കാലഘട്ടത്തിൽ ജർമ്മനിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ഹണ്ടിങ് കലണ്ടറാണ് കേട്ടോ ഇത്. ബ്രാസിലാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത്. ബ്രാസിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. രത്നങ്ങൾ വെച്ചിട്ടുള്ള പണ്ടത്തെ ഓർണമെന്റ്സ് ആണ് കേട്ടോ. രത്നങ്ങളും ഗോൾഡും. എല്ലാ പണ്ടത്തെ ഓർണമെന്റ്സിന്റെ ശേഖരങ്ങളാണ് കേട്ടോ. റോബീസും പേളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയേക്കുന്നതാണ്. ഇത് സെന്റ് ജോർജിന്റെ ആണ് കേട്ടോ. ഗീവർഗീസിന്റെ ഒരു സ്റ്റാച്ചു ആണ്. പാമ്പുമായിട്ട് ഡ്രാഗനുമായിട്ട് നിൽക്കുന്ന സ്റ്റാച്ചു ആണ് കേട്ടോ. ഇത് കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ കൂടുതലും. ഈ സ്പൂണൊക്കെ ഉണ്ടല്ലോ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഈ സ്പൂണ്, ഈ കാണുന്ന ചെറിയ തരത്തിലുള്ള കത്തികളൊക്കെ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പണ്ടത്തെ മെഷീനറീസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് എല്ലാം ഹാൻഡ് വർക്കായിരിക്കുമേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പണിപ്പെട്ടായിരിക്കും ഇത്രയും ഇത് ചെയ്തിട്ടുള്ളതെന്ന്. ഇപ്പം തന്നെ കാണുമ്പം തന്നെ അല്ലേ എന്ത് മനോഹരമായിട്ട് ചെയ്തേക്കെന്ന് നോക്കി അതിൻ്റെ വർക്കുകളൊക്കെ.
ഇതാണ് ഇത് ക്രിസ്റ്റൽസിന്റെ ആണ്. ക്രിസ്റ്റൽ ഉണ്ടാക്കി ഇതിന്റെ ഇടയിൽ കൂടെ കണ്ടോ റൂബീസ് കൊടുത്തേക്കുന്നത്. ഇതുണ്ട് ഈ സെക്കൻഡ് വന്നില്ലേ, ഇത് റോക്ക് ക്രിസ്റ്റൽസ് ജെൻസെറ്റ് ഗോൾഡ് ജർമ്മനിയിൽ ഗോൾഡ് ഇത് ജർമ്മനിയിൽ നിന്ന് എടുത്തോണ്ട് വന്നാണ് കേട്ടോ. ഗോൾഡ് റൂബീസ് ഒക്കെയാണ് കേട്ടോ ഇത് മൊത്തം. ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതിൽ 1500 1600 കാലഘട്ടത്തിലെ തോക്കുകളാണ് കേട്ടോ. 1500 1600 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന തോക്കുകളാണ്. കേട്ടോ ഗോൾഡ് റൂബീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകണം. മമ്മീസ് ഒക്കെ കാണാൻ വേണ്ടി പോകണം. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കയറി. അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി തരത്തിലുള്ള പണ്ടത്തെ ക്ലോക്കുകളാണ് കേട്ടോ. ഒരുപാട് പല തരത്തിൽ പല ഷേപ്പിൽ എത്ര മനോഹരമായിട്ടാണ് നോക്കിയിരിക്കുന്നത്. ഒരുപാട് ക്ലോക്കുകൾ പല തരത്തിലുള്ള പല രീതിയിലുള്ള പല മോഡൽസിലുള്ള ഒരുപാടുണ്ട്. ഒരുപാട് വാച്ചുകളും ക്ലോക്കുകളും ഒക്കെ ഒരുപാട് ഇതുണ്ട്. ഇതൊരു ക്ലോക്കാണ് ഉണ്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാത്തിനും ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ. നമുക്ക് കുറേ സമയമാണ് ഇതെല്ലാം കണ്ടു കേട്ട് പോകണമെങ്കിൽ. എനിക്കൊന്നൊരു 3 ദിവസമെങ്കിലും ആ മ്യൂസിയത്തിൽ പോയാൽ മാത്രമേ നമുക്കിത് മൊത്തത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കണ്ടിറങ്ങാൻ പറ്റും. റോളിംഗ് ബോൾ ക്ലോക്ക് അത്രയ്ക്കും കാഴ്ചകളുണ്ട് അതിനകത്ത് കാണാൻ വേണ്ടി. 30 സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് താഴോട്ട് പോകും. 30 സെക്കൻഡിൽ ഒരു വർഷം 2500 മൈൽ ഈ ക്ലോക്ക് ഇങ്ങനെ സഞ്ചരിക്കും. ഇതെല്ലാം വാച്ചസ് ആണ് കേട്ടോ. 1500 1600 കാലഘട്ടങ്ങളിൽ ഉണ്ടായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന വിവിധ തരത്തിലുള്ള വാച്ചസ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതെല്ലാം ഓരോ തരത്തിലുള്ള ക്ലോക്കുകളാണ് കേട്ടോ. ഇതെല്ലാം ഇവർ ഓരോ രാജ്യത്തു നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവരുടെ കോളനി ആയിരുന്ന സമയത്തൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ്. ബെൽജിയം, ഓസ്ട്രിയ, ജർമ്മനി, അമേരിക്ക, സ്വീഡൻ. അതൊരു ക്രോസ് കുരിശാണ് കേട്ടോ. ഇത് സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. 1399 കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. ആയിരത്തി 400 കാലഘട്ടങ്ങളിലൊക്കെ ഹണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കത്തികളാണ് കേട്ടത്. ഇതെല്ലാം BC കാലഘട്ടത്തിലുള്ളതാണ് കേട്ടോ. ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടത്. ചൈന. എല്ലാം BC കാലഘട്ടത്തിലുള്ള സാധനങ്ങളാണ് കേട്ടോ. ബ്രോൺസിലൊക്കെ ഉള്ള സാധനമാണ്. ബ്രോൺസിലാണിത്. ഇത് UK നിന്ന് കണ്ടെടുത്ത പണ്ട് കാലത്തെ കോയിനാണ് കേട്ടോ. 2018 കാലയളവിൽ കണ്ടെടുത്താണ്. 1641 എന്നാണ് ഇവർ പറയപ്പെടുന്നത് ഈ കോയിൻ. പക്ഷെ 2018 ഇത് കണ്ടെടുത്തത് UK നിന്ന്. ഇങ്ങനെ പഴയ കാലത്തെ ഒരുപാട് കാഴ്ചകളുണ്ട്. കണ്ടാൽ നമുക്ക് തീരാത്തത്രയും ഉണ്ട് കേട്ടോ. സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ, കാരണം ഇവരെല്ലാ രാജ്യങ്ങളിലെ കോളനിയൊക്കെ വെച്ചതുകൊണ്ട് എല്ലാ രാജ്യത്തുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മെഡിസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. ഡോക്ടേഴ്സ് പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എക്യുപ്മെന്റ്സ് ആണ് ഇതൊക്കെ. ഇത് പണ്ട് കാലത്ത് ഇവിടുത്തെ പേപ്പർ മണി, പൈസ അച്ചടിക്കുന്ന യന്ത്രമാണ് കേട്ടോ. ഇത് പേപ്പർ മണി മെഷീനാണ് കേട്ടോ. ഇത് പണ്ട് കാലത്ത് വൈനൊക്കെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. വൈൻ പോട്ടാണ്. പണ്ട് വൈൻ അവർ ഇടുന്നത് ഇങ്ങനത്തെ ഉള്ള പോട്ടിലാണ്.
റോമന്റെ അല്ലേ? ഇത് കോയിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ, കോയിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ മമ്മീസ് കാണാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ ഈജിപ്ത് മമ്മീസാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3100 BC ഉള്ള മമ്മീസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. 3100 BC കാലഘട്ടങ്ങളിലുള്ള മമ്മീസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുരാതന ഈജിപ്തിലെ ആൾക്കാർ മരണാനന്തര ജീവിതത്തിൽ ഭൗതിക ശരീരത്തിൻ്റെ പ്രാധാന്യത്തിൽ വളരെയധികം വിശ്വസിച്ച് പോന്നിരുന്ന ആൾക്കാരായിരുന്നേ. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് അവർ മമ്മിഫിക്കേഷൻ സമ്പ്രദായം അങ്ങനെയാണ് ഉടലെടുക്കുന്നത്. ഈ ശരീരം പരമാവധി അഴുകാതെ നിലനിർത്തുക എന്നതായിരുന്നു ഈ മമ്മിഫിക്കേഷൻ കൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത്. മരിച്ചതിന് ശേഷം ആത്മാവ് നിലനിൽക്കുമെന്ന് അവരിങ്ങനെ വിശ്വസിച്ച് പോന്നു. അപ്പം അതിനുവേണ്ടി ആണ് അവർ ഈ മമ്മിഫിക്കേഷൻ ചെയ്തു പോന്നിരുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഈ ശരീരത്തെ സംരക്ഷിക്കണമെന്ന് അവർക്ക് തോന്നി. അതിനുവേണ്ടിയാണ് അവർ ഈ മമ്മിഫിക്കേഷൻ ഇങ്ങനെ ചെയ്യുന്നത്. അവർ ഇതേപോലെ ഇതുണ്ട്, ഇത് ബോഡി റാപ്പ് ഇങ്ങനെ ഫുള്ള് ചുറ്റി വെച്ചേക്കുവാണ്. ഇതേപോലെയാണ് കേട്ടോ അവർ മമ്മിഫിക്കേഷൻ ചെയ്യുന്നത്. ഈ മമ്മിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി അവർ ഈ മൃതശരീരം ഉണ്ടല്ലോ ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്യുന്നത് പ്രത്യേകം ഇതിനുള്ള പുരോഹിത വർക്കം തന്നെ ഉണ്ടായിരുന്നു. ഇത് മമ്മിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏർപ്പെടുത്തിയ പുരോഹിതന്മാരായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്. മൃതദേഹം കേടുകൂടാതിരിക്കാൻ വേണ്ടി കുറേ രാസവസ്തുക്കൾ അവർ ഉപയോഗിച്ചിരുന്നു കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ് പോലെയുള്ള രാസപദാർത്ഥങ്ങൾ അവർ ഈ മൃതശരീരം കേടുകൂടാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു അന്നത്തെ കാലത്ത്. ഈ മൃതശരീരം അവർ ഉണക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്തെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം അവർ എടുത്തു മാറ്റും. അതുപോലെ തലച്ചോറ് എടുത്തു മാറ്റും. അതിനുശേഷമാണ് അവർ ഈ എംബാം ചെയ്യുന്നത് ബോഡി. അതിനുശേഷം അവർ ഈ മൃതശരീരം ഉണ്ടല്ലോ 40 ദിവസത്തോളം നൈട്രോൺ ഉപ്പിട്ട് മൂടി സൂക്ഷിക്കും. ഈ ബോഡിയിലെ ജലാംശം മൊത്തം മാറ്റാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. ജലാംശം 40 ദിവസത്തോളം ഈ ഉപ്പിട്ട് വെച്ചതിന് ശേഷം ഇത് ഉണക്കിയെടുക്കും ഈ മൃതശരീരം. അതിനുശേഷം അവർ ലിനൻ കൊണ്ട് ഈ ശരീരം മൊത്തത്തിൽ ടൈറ്റ് ചെയ്ത് മൊത്തത്തിൽ മൂടും. നമ്മൾ നേരത്തെ മൂടി വെച്ചിരിക്കുന്നത് പോലെ അവർ മൊത്തത്തിൽ ലിനൻ കൊണ്ട് ഇത് നല്ലപോലെ വരിഞ്ഞു മുറുക്കും. അതിനുശേഷം നമ്മളിപ്പോൾ ഈ കാണുന്ന പെട്ടിയിലോട്ട് ഇതേപോലെ വെക്കും അവർ ആ മൃതശരീരം. അതിനുശേഷം നമ്മൾ ഈ അടുത്ത് കാണുന്ന ഈ വലിയ പെട്ടിയിലോട്ടാണ് അവർ അവസാനം ആ ചെറിയ പെട്ടി എടുത്തിട്ട് ആ വലിയ പെട്ടിക്കുള്ളിലാക്കിയിട്ടാണ് അവരടക്കം ചെയ്യുന്നത്. കുറേ സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ അവർ ആ ബോഡിയുടെ ഉള്ളിൽ വെക്കും. അതിനുശേഷമാണ് അവരതടക്കം ചെയ്യുന്നത്. പരമാവധി മൃതശരീരം കേടുകൂടാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഈ കാണുന്ന പെട്ടിയിലോട്ടാണ് അവസാനം അവർ ആ ബോഡി എടുത്ത് വെക്കുന്നത്. ഒരുപാട് മമ്മീസ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. പല തരത്തിലും പല ഷേപ്പിലും